സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണത്തെ ബജറ്റിൽ വലിയ നേട്ടമില്ല. ശമ്പള കുടിശ്ശിക 2 ഗഡു നൽകുമെന്ന പ്രഖ്യാപനവും ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു നൽകാനുള്ള തീരുമാനവും ധനമന്ത്രിയുടെ തലോടൽ മാത്രമായി. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തത് ജീവനക്കാർക്ക് കടുത്ത നിരാശയുണ്ടാക്കി. ശമ്പള കുടിശ്ശികയുടെ 4 ഗഡുവാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. അതിൽ 2 ഗഡു ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ തന്നെ ലഭിക്കുമെന്നാണ് ഈ ബജറ്റിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനം. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരീഡും ഒഴിവാക്കി. 6 ഗഡു കുടിശ്ശികയുള്ള ക്ഷാമബത്തയുടെ 1 ഗഡു ഏപ്രിൽ നൽകും. ഇതോടെ 3% ക്ഷാമബത്ത ജീവനക്കാർക്ക് ലഭിക്കും. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പോൾ അതവർക്ക് ലഭിക്കും. 2022 ജനുവരി 1 ക്ഷാമബത്തയാണ് ലഭിക്കുക. ഇതിനോടൊപ്പം കുടിശ്ശിക ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. 2021 ക്ഷാമബത്ത അനുവദിച്ചപ്പോൾ കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി ഫെബ്രുവരിയിൽ അനുവദിക്കും. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ പദ്ധതിയായ മെഡിസപ്പ് തുടരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഭവന നിർമ്മാണ വായ്പയിൽ 2% പലിശ ഇളവ് നൽകും. സംസ്ഥാനത്ത് ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5%-ആയും മന്ത്രി ഉയർത്തുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.